ഹായ്, എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് എന്ത് രോഗം വന്നാലും ചികിത്സിച്ച് ഭേദമാക്കാം. എന്നാൽ സംശയരോഗം വന്നാൽ അത് ഭേദമാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കും സംശയരോഗത്തെക്കുറിച്ച് തന്നെയാണ്. സംശയരോഗം ഏതെല്ലാം തലത്തിൽ വരുന്നുണ്ട്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെ, ആർക്കൊക്കെ സംഭവിക്കും, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഗൗരവമേറിയ മനോരോഗങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് സംശയരോഗം. സംശയരോഗത്തിന്റെ ലക്ഷണങ്ങൾ മറ്റു പല മനോരോഗങ്ങളിലും കാണാറുണ്ട്. എന്നാലും സംശയങ്ങൾ മാത്രം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് സംശയരോഗം അഥവാ ഡെലൂഷണൽ ഡിസോർഡർ. മറ്റു രോഗങ്ങളെ അപേക്ഷിച്ച് സംശയരോഗം താരതമ്യേന കുറവാണ് കണ്ടുവരുന്നത്. നിത്യജീവിതത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ആലോചിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഉദാഹരണം, ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധം, അയൽവാസി തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ള തോന്നൽ, ഇങ്ങനെയുള്ള മിഥ്യാധാരണകളാണ് സംശയരോഗത്തിൽ ഉളവാക്കുന്നത്. ഇത്തരം മിഥ്യാധാരണകൾ ഒഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും, അതായത് ഭക്ഷണം, കുളി, ജോലി, ജനങ്ങളുമായുള്ള ഇടപഴകൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിൽ രോഗി തികച്ചും സാധാരണ സ്വഭാവമാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ രോഗനിർണയം ഏറെ ശ്രമകരമാണ്. പ്രധാനപ്പെട്ട 5 സംശയങ്ങളാണ് നിലവിലുള്ളത്. നമ്പർ 1, പീഡന സംശയം. താൻ ചതിക്കപ്പെടുന്നു, തന്നെ ആരോ പിന്തുടരുന്നു, ഭക്ഷണപാനീയങ്ങൾ വിഷവസ്തുക്കൾ ചേർത്ത് തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, തനിക്കെതിരെ ദുർമന്ത്രവാദികളെ പ്രയോഗിക്കുന്നു എന്നൊക്കെയാണ് ഇത്തരം സംശയങ്ങൾ. നമ്പർ 2, ചാരിത്ര സംശയം. പങ്കാളിയുടെ ചാരിത്രത്തിലുള്ള സംശയമാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം. കൂടുതലും പുരുഷന്മാരിലാണ് ഈ രോഗം കണ്ടുവരുന്നത്. സംശയാലുവായ ഭർത്താവ് ഭാര്യയുടെ ഓരോ ചലനവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു, ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നോട്ടം സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നു, ഭയങ്കര സംശയത്തിന് അടിമപ്പെടുന്നു. നമ്പർ 3, പ്രേമം എന്ന സംശയരോഗം. കൂടുതലും സ്ത്രീകളിലാണ് ഈ രോഗം കണ്ടുവരുന്നത്. ഇറട്ടോമാനിയുള്ള സ്ത്രീ പലപ്പോഴും ഒരു ഏകാന്തവതിയായിരിക്കും. വളരെ രസകരമായ ഒരു രോഗമാണിത്. തന്നെക്കാൾ സാമ്പത്തികമായും സാമൂഹികപരമായും ഉന്നതിയിലുള്ള ഒരു വ്യക്തി മറ്റുള്ളവർ കാണാതെ രഹസ്യമായി തന്നെ പ്രേമിക്കുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള സംശയരോഗത്തിന്റെ മുഖ്യ ലക്ഷണം. നമ്പർ 4, താൻ വലിയ ആളാണെന്നുള്ള സംശയം. ഇത്തരം സംശയരോഗത്തിൽ രോഗിക്ക് അമാനുഷിക കഴിവുള്ളതായോ, ദൈവത്തിന്റെ പ്രതിരൂപമായോ, ധാരാളം സമ്പത്തുള്ളതായോ, അതിപ്രശസ്തനായ വ്യക്തിയായോ, പ്രധാനപ്പെട്ട വ്യക്തികളുമായി നേരിട്ട് ബന്ധമുള്ള ആളായോ മറ്റും തോന്നുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്പർ 5, ശാരീരിക രോഗ സംശയങ്ങൾ. തന്റെ ശരീരത്തിൽ എന്തോ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ടെന്നും, തന്റെ ചെവിയിലോ അല്ലെങ്കിൽ മൂക്കിലോ വല്ല പ്രാണി കടന്നു പോയിട്ടുണ്ടെന്നും, ശാരീരികമായി താൻ ഓക്കെ അല്ല എന്നുള്ള സംശയങ്ങൾ, തന്റെ തലച്ചോറോ കുടലോ ഹൃദയമോ എന്തോ അതിനൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ള ആവലാതിയും സംശയങ്ങളുമാണ് ഇക്കൂട്ടർക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇത്തരം സംശയരോഗികൾക്ക് ശരിയായ സമയത്ത് ചികിത്സ നൽകുകയാണെങ്കിൽ ഏതാണ്ട് പകുതി പേർ പൂർണ്ണമായ സുഖം പ്രാപിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ 30% പേർക്ക് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുമെന്നും 10% പേർ പൂർണ്ണമായ രോഗത്തിന്റെ പിടിയിൽ അമരുന്നു എന്നും പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും സംശയരോഗത്തിൽ രോഗിയുടെയും ഡോക്ടറുടെയും അടുത്ത ബന്ധുക്കളുടെയും ആത്മാർത്ഥമായ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ താരതമ്യേന ചികിത്സിച്ച് ഭേദമാക്കാൻ എളുപ്പമുള്ള കാര്യമാണെന്നും പറയുന്നുണ്ട്. സംശയരോഗം എന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്നു. സന്തോഷം, സമാധാനം ഇവയെ ഇല്ലാതാക്കുന്നു. എല്ലാം ഓപ്പണായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും കഴിഞ്ഞാൽ ഒരു പരിധിവരെ സംശയരോഗത്തെ ഇല്ലാതാക്കാനും കഴിയുമെന്നുള്ളതാണ്. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ, ആസ്വദിക്കുക. നമ്മുടെ സന്തോഷവും സമാധാനവും നമ്മുടെ കരങ്ങളിൽ തന്നെയാണ്. വിശ്വസിക്കുക നിങ്ങളിൽ തന്നെ. എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്